അവൻ വീണ്ടും വിളിക്കുന്നു. എടുത്ത് സംസാരിച്ച് നോക്കാല്ലേ? അതെ ആന്റി, ആന്റി ഫോണിങ്ങിതാ. ഞാനേ കോൾ റെക്കോർഡിൽ ഇട്ട് തരാം. ആന്റി സൂക്ഷിച്ച് സംസാരിച്ചാൽ മതി. സംസാരിക്കും പതുക്കെ. ആ ഗോകുലേ, ഞാനേ കുറച്ച് തിരക്കിലായിരുന്നു. അതാ നേരത്തെ വിളിച്ചപ്പോ എടുക്കാൻ പറ്റാതിരുന്നേ. ആന്റി കല്യാണം നടത്താനുള്ള തിരക്കിലായിരിക്കും അല്ലേ? ആ അതെ, ഇത് എന്റെ അഭിമാന പ്രശ്നം കൂടിയാ ഗോകുലേ. അപ്പോ ഞാൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ആന്റി ചിന്തിക്കുന്നേ ഇല്ല? ഞാൻ ചിന്തിക്കാതെ അല്ല ഗോകുലേ. കല്യാണം തലയ്ക്ക് മൂടിലെത്തിയിട്ട് അവസാന നിമിഷം അത് മുടക്കണമെങ്കിൽ അതിന് തക്കതായ കാരണം വേണം. അതിന് ചില കടന്ന കൈ തന്നെ ഞാൻ കാണിക്കട്ടെ. സുശീല ആന്റിക്ക് അതിനുള്ള ബെനിഫിറ്റ് കിട്ടുമല്ലോ. ആന്റിക്ക് ആ പിള്ളേരുടെ കാര്യമാണോ വലുത്, അതോ ഇന്ദ്രന്റെ നിലനിൽപ്പാണോ? എനിക്ക് വലുത് ഇന്ദ്രന്റെ നിലനിൽപ്പ് തന്നെയാ. പക്ഷേ അനുപമയുടെ പേരിലുള്ള ആ ഷോപ്പ് നീ ഇന്ദ്രന്റെ പേരിലേക്ക് മാറ്റി കൊടുക്കുമെന്ന് പറഞ്ഞാ ഞാനത് എങ്ങനെ വിശ്വസിക്കും ഗോകുലേ? അനുപമ ചോദിക്കുന്ന പണം നീ കൊടുക്കാവെന്ന് പറഞ്ഞാലും അവള് ഷോപ്പ് വിട്ടുതരാൻ തയ്യാറായില്ലെങ്കിലോ? ഈ ചോദ്യം ആന്റി ചോദിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് കൃത്യമായിട്ട് ഉറപ്പ് തരാൻ കഴിയുന്ന ഒരാൾക്ക് ഞാൻ ഫോൺ കൊടുക്കാം. ബാക്കി അദ്ദേഹം പറയും. അതാരാ അങ്ങനെ ഒരാള്? ഇന്ദ്രന് ബിസിനസ് ചെയ്യാൻ അനുപമയുടെ പേരിൽ നിന്ന് ആ ഷോപ്പ് വാങ്ങാൻ പണം മുടക്കിയ സാക്ഷാൽ ദാസ്. ദാസാറോ? അല്ല ദാസാറേ, മഞ്ചാടിയുടെ കല്യാണം ഞാൻ മുടക്കിയ അനുപമയുടെ പേരിലുള്ള ആ കട സാറ് ഇന്ദ്രനെ സ്വന്തമായിട്ട് വിട്ടുകൊടുക്കുവോ? കൊടുക്കാൻ സുശീലേ. ഞാൻ പറഞ്ഞാല് അനുപമയ്ക്ക് അത് ചെയ്യേണ്ടി വരുമെന്ന് നിനക്കറിയാലോ. അറിയാ സാറേ. പിന്നെ സാറ് പറഞ്ഞാൽ മാത്രമേ അവളിത് ചെയ്യത്തുള്ളൂ. കല്യാണം ഞാൻ മുടക്കാം സാറേ. പക്ഷേ അതെങ്ങനെ മുടക്കുമെന്ന് ആലോചിക്കണം. സാറിന്റെയും ഗോകുലിന്റെയും മനസ്സിൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? നാളത്തെ കല്യാണത്തിന് മുഴുവൻ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത് സുശീലല്ലേ? അപ്പൊ പിന്നെ നിനക്കെന്തെങ്കിലും സംഭവിച്ചേ, നീ ICUലായാൽ ആ കല്യാണം നടക്കോ? ഇല്ലല്ലോ. അതും മിക്കവാറും നടക്കാൻ സാധ്യതയില്ല. മിക്കവാറും അല്ല, കല്യാണം മുടങ്ങുക തന്നെ ചെയ്യും. എനിക്ക് വേണ്ടി അത് ചെയ്യാൻ ഇവിടെ വേറെ ആളുണ്ട് സാറേ. പക്ഷേ രോഗം അഭിനയിക്കുന്ന എന്നെ അഡ്മിറ്റ് ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു ആശുപത്രിയിലെ അവിടെയുള്ള ഏതെങ്കിലും ഡോക്ടർ തയ്യാറാവണ്ടേ സാറേ? അതും ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സുശീല ഓക്കെ ആണെങ്കിൽ ഇപ്പൊ പറയണം. ഹോസ്പിറ്റലിന്റെയും ഡോക്ടറുടെയും ഡീറ്റെയിൽസ് ഇപ്പൊ തന്നെ തരാം. അത് വേണ്ട സാറേ. സാർ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് സാറിന്റെ ഫോണിൽ നിന്ന് ഒന്നുകൂടി വിളിക്കുക. അപ്പോഴേക്ക് എന്ത് വേണമെന്ന് ഞാനും ഒന്ന് ആലോചിക്കട്ടെ. ആലോചിച്ചിട്ട് പറ്റില്ല എന്ന് പറയരുത്. പോസിറ്റീവായൊരു മറുപടിയാണ് ഞങ്ങൾക്ക് വേണ്ടത്. ആ കല്യാണം നടക്കരുത്. ശരി സാറേ, സാറ് വിളിച്ചാൽ മതി. ഒരു 5 മിനിറ്റിന് ശേഷം സാറിന്റെ സ്വകാര്യ ഫോണിൽ നിന്ന് സാറ് വിളിച്ച കോളും ഇതിൽ റെക്കോർഡാക്കി വെച്ചിട്ടുണ്ട്. അതിലെന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നതെന്ന് സാറിന് കേൾക്കണോ? കേൾപ്പിക്കാം. സുശീല കല്യാണം മുടക്കിയില്ലെങ്കിൽ എന്ത് വില കൊടുത്തും അത് മുടക്കാനുള്ള വേറെ പദ്ധതികൾ ആ രാത്രിയിൽ തന്നെ നിങ്ങൾ ചെയ്യുമെന്ന്. അതിനർത്ഥം ഞാൻ ഹോസ്പിറ്റലായിട്ടും അനന്തം മാഷ കല്യാണം നടത്തുമെന്ന് തോന്നിയപ്പോ സാറും ഗോകുലും കൂടി ആസിഫിനെ കൂട്ടുപിടിച്ച് ജീവൻ രാജിനെ തുരുത്തിലെ വീട്ടിൽ നിന്നും വിളിച്ചിറക്കി കായലിൽ മുക്കി താഴ്ത്തുകയായിരുന്നില്ലേ സാറേ? സൂക്ഷിച്ച് സംസാരിക്കണം, മനസ്സിലായോ? സൂക്ഷിക്കേണ്ടതേ സാറാ. സാറിന്റെ രണ്ടാമത്തെ ഫോൺ വിളി കേട്ടാ പോലീസ് മാത്രമല്ല അനന്തമാഷ് പോലും ജീവൻ രാജിനെ കാണാതായതിൽ സാറിനെയും ഗോകുലിനെയും സംശയിക്കും. അല്ല, വേണമെങ്കിൽ ഞാൻ അതും കേൾപ്പിച്ചു തരാം.
വേണ്ട, ദയവ് ചെയ്ത് സുശീല എന്റെ ശബ്ദം ആരെയും കേൾപ്പിക്കരുത് പ്ലീസ്. ഞാൻ ആ ഗോകുലിന് വേണ്ടി ചെയ്തതാണ് ഇതെല്ലാം. മഞ്ചാടി മോള് ജീവൻ രാജനെ കല്യാണം കഴിക്കുന്നതിൽ എനിക്ക് എതിർപ്പുണ്ടായിരുന്നു. പക്ഷെ അതിനുവേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചതേ അല്ല. പക്ഷെ ചെയ്തു പോയില്ലേ സാറേ, എന്നെയും കുറെ കഷ്ടപ്പെടുത്തി. അല്ല, എനിക്ക് സാറിനെ കുറുക്കണമെന്നൊന്നുമില്ല. ഞാൻ ഇതൊക്കെ ചെയ്തത് ഇന്ദ്രന്റെ ഷോപ്പ് അവന് സ്വന്തമായി കിട്ടാൻ വേണ്ടിയാ. അത് സാറ് വിചാരിച്ച് നടക്കുമെന്ന് എനിക്കറിയാം. അതിപ്പോഴും അനുപമയുടെ പേര് കിടക്കല്ലേ, അവളത് വിട്ടുതരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എന്ത് കണ്ടിട്ടാ സാറേ ആ ഗോകുലിന്റെ കൂടെ നിന്ന് സാറല്ല സമ്മതിച്ചത്? അതെ, അനുപമയിൽ നിന്ന് അവള് ചോദിക്കുന്ന വില കൊടുത്ത് ഷോപ്പ് വാങ്ങി ഇന്ദ്രന് കൊടുത്തോളാന്ന് ഗോകുൽ എന്നോട് സമ്മതിച്ചതാ. അവൻ അതിൽ നിന്ന് പിന്മാറിയില്ലേ? അങ്ങനെ പിന്മാറാൻ അവനെ സമ്മതിപ്പിക്കരുത് സാറേ. വാക്കിനാണ് വിലയെന്ന് ആ ചെറുക്കനെ സാറ് പറഞ്ഞ് മനസ്സിലാക്കണം. അല്ലെങ്കിൽ രണ്ടാളും അഴി എണ്ണേണ്ടി വരുമെന്ന് പറ. അപ്പൊ അവന് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാവും. ഏയ്, ഇനി അതിനുവേണ്ടി ആ ചീളി ചെറുക്കന്റെ പുറകെ നടക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ഒരു കാര്യം ചെയ്യാം, അനുവിന്റെ കയ്യിൽ നിന്ന് ഷോപ്പ് ഞാൻ ഇന്ദ്രന്റെ പേരിൽ എഴുതി വാങ്ങിച്ചു തരാം. ആ ആ പക്ഷേ അവൾക്ക് അനുപമയ്ക്ക് കൂടി ഒരു ബെനിഫിറ്റ് അതിൽ നിന്നുണ്ടാവണം. എന്ന് വെച്ചാ എല്ലാ മാസവും ഒരു 25,000 രൂപ ഇന്ദ്രൻ അനുപമയ്ക്ക് നൽകണം. അങ്ങനെ ഒരു എഗ്രിമെന്റിൽ ഇന്ദ്രൻ സൈൻ ചെയ്തിരിക്കണം. മാസം 25,000 രൂപയോ? അതിനുള്ള ലാഭമൊക്കെ ആ കടയിൽ നിന്ന് കിട്ടുമോ സാറേ? അവിടെ എത്ര ലാഭം കിട്ടുന്നു? അങ്ങനെ ഒരു ഷോപ്പ് ആ സെന്ററിൽ ഒരാൾ സ്വന്തമായിട്ട് വാങ്ങിക്കണമെങ്കിൽ എത്ര ലക്ഷം രൂപ കൊടുക്കണമെന്നും എന്നെ ആരും പഠിപ്പിക്കുന്നു വേണ്ടല്ലോ, വേണോ? അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ വ്യവസ്ഥ അംഗീകരിക്കുകയാണെങ്കിൽ, ഇനി അവളോട് റിക്വസ്റ്റ് ചെയ്തിട്ടാണെങ്കിലും ആ ഷോപ്പ് ഞാൻ എന്തിനു വാങ്ങിച്ചു കൊടുക്കാം. തൽക്കാലം ഇത് അംഗീകരിച്ച ആ ഷോപ്പ് സ്വന്തമാക്കുക തന്നെ. അവക്ക് 25,000 രൂപ കൊടുക്കണോ വേണ്ടയോന്ന് പിന്നീട് ആലോചിക്കാം. കൂടുതലൊന്നും ആലോചിക്കേണ്ട സുശീലേ, ഇതല്ലാതെ ഒരു കണ്ടീഷൻ ഞാൻ തയ്യാറല്ല. നീ ഇനിയിപ്പോ എനിക്കെതിരായിട്ട് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാലും. ആ ആയിക്കോട്ടെ സാറേ. അല്ല, സാറ് ഇങ്ങനൊരു അവസ്ഥയിൽ നിന്ന് പറയുമ്പോ ഞാനും എന്തെങ്കിലുമൊക്കെ വിട്ടുവീഴ്ച ചെയ്യണമല്ലോ. സാറ് വെക്കുന്ന എഗ്രിമെന്റിൽ ഇന്ദ്രന് ഒപ്പിടും. എത്രയും വേഗം നമുക്ക് ഷോപ്പിന്റെ രജിസ്ട്രേഷൻ നടത്തണം. എങ്കിൽ ഞാൻ അനുവിനെ കണ്ട് സംസാരിച്ചതിന് ശേഷം സുശീല വിളിക്കാം. ഇപ്പൊ സുശീല പോയി. ആ ശരി. ഗോകുലിനെ പോലെ ദാസാറും വാക്കു മാറില്ലെന്നുള്ള വിശ്വാസത്തിൽ ഞാനിപ്പോ പോവാ. ആ